ചങ്കളെ തള്ളല് കേട്ടോളി ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ സന്തോഷം പറയാണ്ട്. ഒരു ചേച്ചിക്ക് സുഖമില്ലാതെ അത് സന്തോഷമല്ല, സന്തോഷം പുറകിൽ പറയാം. ചേച്ചിക്ക് സുഖമില്ല, പെട്ടെന്ന് നാട്ടിലെത്തണം, ഒരു ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞ പാട് ഭയങ്കര ഫെയറാണ്. ഞാൻ ഹെറ ട്രാവൽസിൽ അൻസക്കാനെ വിളിച്ചു, അൻസക്ക ടിക്കറ്റ് തന്നു. പക്ഷേ ടിക്കറ്റ് ഇന്ന ടൈമിലാണെന്ന് വിളിച്ചു പറയുമ്പോൾ ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ചേച്ചി ഭയങ്കര ചുമ. ആ ചേച്ചി അവിടെയുള്ള മോൾക്കിനെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് സംസാരിക്കണം. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഒരു കോൾ വന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മോളെ ഈ ടിക്കറ്റിന്റെ കോപ്പി എടുക്കുക, ഞാൻ അതപ്പോൾ അവിടെ വരുന്നു എന്ന് പറഞ്ഞു. അവിടെ ചെന്നപാട് ഈ ചുമയുണ്ടൊന്നും ഫ്ലൈറ്റിൽ കയറ്റില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞു എന്താണ് ചേച്ചി, നമുക്ക് ആംബുലൻസ് വിളിക്കുക. വേണ്ട മോനെ, ഞാൻ ആംബുലൻസിൽ പോയി ഒന്നും എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. പക്ഷേ ഞാൻ വിളിച്ചപാട് ഈ സന്തോഷമാണ് പറയേണ്ടത്. ഞാൻ പെട്ടെന്ന് ഞാൻ ക്ലിനിക്ക് ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തിരുന്നു. ഞങ്ങളെ ആ കൽബ് എനിക്ക് ആ ക്ലിനിക്കാണ് തുറന്നു തന്നു. ഇവിടെ വായു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഈസ്റ്റ് എടുത്തുകൊണ്ട് അതേ മരുന്ന് ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ട് ചേച്ചിനെ നാട്ടിലേക്ക് ഏകദേശം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള രീതിയിലാക്കിയിട്ട് നാട്ടിലേക്ക് വിട്ടു. എൻ്റെ കൂടെ 2 സഹോദരിമാരും വന്നിരുന്നു. അവർ പറഞ്ഞു ഇക്ക വല്ലാത്ത ഭയത്തിലായിരുന്നു ഞങ്ങള് എന്നുള്ളത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരോട് പറയും അവർക്ക് പ്രയാസമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരുന്നു. പക്ഷെ എനിക്കെങ്ങാനും വല്ല സഹായങ്ങൾ വന്നു കഴിഞ്ഞാല് നിങ്ങളത് ചെയ്തു തരണം എന്ന് പറഞ്ഞ പാട് ഇന്നലെ അടച്ച ക്ലിനിക്ക് തുറന്നു തരികയും അവരുടെ സ്റ്റാഫിനെ വരുത്തുകയും ചെയ്തു. എന്തായാലും ആ കൽബിനെ നന്ന് അവർക്ക് വേണ്ടിക്കൊണ്ട് ഞാനൊരു വീഡിയോ ഞാൻ ഇട്ട് കൊടുക്കും. ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം നമ്മൾ പ്രമോഷന്റെ പുറകെ പോയിട്ടാണ് എന്ന് വിചാരിക്കരുത്. അതിന്റെ പുറകിൽ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്. ഹൈറ ട്രാവൽസ് ടിക്കറ്റ് എടുത്ത് തന്ന ഹൈറ ട്രാവൽസിനും ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ അടച്ച ക്ലിനിക്ക് തുറന്നു തന്ന് നമ്മളുടെ സഹോദരനെ ചേർത്ത് പിടിച്ച ആ ക്ലിനിക്കിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് ഞാനൊരു വീഡിയോ തന്നെ ഇട്ട് കൊടുക്കും. ഇൻഷാ അള്ളാഹ് എന്റെ എല്ലാ കൽബുകളോടും പറയാനുള്ളത്. അതുപോലെ തന്നെ ആ റൂമിലുള്ള എല്ലാ വീഡിയോ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ കാണുന്നുണ്ടാവും. മക്കളെ ഇതുപോലെ ഒരു റൂമിലാവുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും കുശുമ്പുകളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ ചേച്ചിനെ അവിടെ നിങ്ങൾ എല്ലാവരും നമ്മളുടെ സഹോദരിയെ പോലെ നിങ്ങൾ അവിടെയുള്ള ബേജാറ് ഞാൻ കണ്ടു. ഇന്ന് ഏട്ടൻ ഭയങ്കര പേടിയിലായിരുന്നു. കാരണം ഈ നാട്ടിൽ നിന്ന് നമ്മളെ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യമില്ല, അവതാളത്തിലായി പോകും. പക്ഷെ പടച്ചോനെ കാവല് വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി, നിങ്ങളും എൻ്റെ കൂടെ നിന്നു. ഇന്ന് ആ ചേച്ചി യാത്ര ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. എല്ലാം രോഗങ്ങളും ചേച്ചിയുടെ ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും പറയണു, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോട് നന്ദി പറയണം. നിങ്ങളാണ് എന്നെ ആ ചേച്ചിന്റെ സഹായത്തിന്റെ പുറകിൽ നിങ്ങളാണ്. കാരണം നിങ്ങളാണ് എന്നെ വീഡിയോ എടുക്കുമ്പോൾ വിജയിപ്പിച്ചു തരുന്നതും. അതുകൊണ്ടാണ് അടച്ച ക്ലിനിക്ക് തുറന്നതും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഓഫർ ചെയ്തു തന്നു. ഇനിയും എന്ത് സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ എൻ്റെ സഹോദരന്മാരോട് എല്ലാവരോടും നന്ദി.